അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയതിൽ മനംനൊന്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കണ്ടന്റ് ക്രിയേറ്ററായ യുവതി പിടിയിലായിരിക്കുന്നു. വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിത പിടിയിലായത്. നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. അതായത് ഈ പോലീസ് നമ്മളോട് ആ വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ തന്നെ ഏതാണ്ട് കസ്റ്റഡിയിലേക്കെന്ന ഒരു സൂചനകൾ ലഭിച്ചിരുന്നു. അതിനുശേഷമാണ് വടകരയിൽ നിന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. നിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് കരയുന്നവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഒരു സുഖമല്ലേ? ഇപ്പൊ അതുപോലെ ചിരിക്കാമോ? എന്തായാലും BJP പ്രവർത്തകരടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമാധാനം. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടിൽ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണം. ഇനി ഒരു കണ്ണാടിയെടുത്ത് മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായിപ്പോയ ജന്മം. നേരെ കുന്നമംഗൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ പഴുതുകളും ഉണ്ടാക്കി കൊടുത്ത് അത് ഇവർ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണ്. പോലീസ് ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൂട്ടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്ത് വിവരക്കേടാണ് പറയുന്നത്? തുടക്കം മുതലേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട്.